ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്നുള്ളത് നമ്മുടെ തുടർച്ചയായി വന്നിട്ടുള്ള സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് ഉള്ള കുറച്ച് വാക്കുകളാണ്. HSA എന്നുള്ള വിഷയത്തിലേക്ക് മാത്രമല്ല, പൊതുവേ ഒരു PSC എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒന്നാണ് ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയ ചെറിയ വീഡിയോ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ ആയിപ്പോയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെറിയ പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം, പെട്ടെന്ന് നമുക്ക് അത് ഹൃദിസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്തി ആകുമ്പം അതൊരു ബോറായിരിക്കും എന്ന് തോന്നിയുകൊണ്ടാണ് കുറച്ചായിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഭൂമിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് പേരിന് അല്ലെങ്കിൽ റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി ഒന്നും ഇതിന് ബന്ധമില്ല. ടെറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജീവൻ്റെ സാന്നിധ്യമുള്ള ഏക ഗ്രഹം ആണ്. പിന്നെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ്. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏക ഗ്രഹവും എന്താണ്? ഭൂമിയാണ്. ഇനി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയാണ്. ജലത്തിൻ്റെ സാന്നിധ്യമാണ് ഭൂമിയുടെ നീലനിറത്തിൻ്റെ കാരണം. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ആണ്. 454 കോടി വർഷം പ്രായമുള്ള ഭൂമിയിലെ ശരാശരി താപനില എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ നോക്കുന്നത് മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രന് നിരവധി സവിശേഷതകൾ ഉണ്ട്. ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രൻ്റെ പേര് ലൂണ എന്നാണ്. ഇംഗ്ലീഷിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട നാമവിശേഷണം ലൂണാർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഇതിൻ്റെ ഉദ്ഭവം. പിന്നെ വേറൊരു പ്രചാരം കുറഞ്ഞ വാക്കാണ് സെലനി. അതായത് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം, അതിനാണ് സെലനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രാഫി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോഗ്രാഫി. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ എത്രാം സ്ഥാനം വരുന്നു? 5ാം സ്ഥാനമാണ്. ഭൂമിയുടെ 1/4 വ്യാസമുണ്ടെങ്കിലും പിണ്ഡത്തിൻ്റെ കാര്യത്തിൽ 81 1 ഭാഗം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഉപഗ്രഹങ്ങൾക്കിടയിൽ ചന്ദ്രൻ്റെ വലുപ്പസ്ഥാനം എന്ന് പറയുന്നത് 5ാം സ്ഥാനമാണ്. ഗാനിമീഡും ടൈറ്റൻ, കാലിസ്കോ, അതുപോലെ ഇയോ ഇതൊക്കെയാണ്. ചന്ദ്രനേക്കാൾ വലുപ്പമുള്ള ഉപഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായിട്ടുള്ള അയോ ആണ്. അടുത്തത്, ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ആദ്യത്തെ മനുഷ്യ നിർമ്മിത വസ്തുവാണ് ലൂണ 2. ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവാണ് ലൂണ 2. ചന്ദ്രൻ മനുഷ്യനെ പ്രദക്ഷിണം ചെയ്ത ആദ്യത്തെ ദൗത്യപേടകമാണ് അപ്പോളോ 8. ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ആളില്ലാത്ത ആദ്യത്തെ ബഹിരാകാശ പേടകം സോവിയറ്റ് യൂണിയൻ്റെ ലൂണയാണ്. ചന്ദ്രനിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ. അപ്പോൾ എന്തൊക്കെ 2 വ്യക്തികളാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇറങ്ങിയത്. അങ്ങനെ സഹയാത്രികനായിരുന്ന ഒരു മൈക്കൽ കോളിൻസ് അതേ സമയത്ത് ബഹിരാകാശ വാഹനത്തിൽ ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത്, സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമുള്ള വസ്തു ചന്ദ്രനാണ്. പക്ഷേ ചന്ദ്രൻ്റെ പ്രതലം ഇരുണ്ടതാണ്. സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് ചന്ദ്രന് തിളക്കം ഉണ്ടാകാനുള്ള കാരണം. അടുത്ത് നമ്മൾ നോക്കുന്നത് ചൊവ്വാഗ്രഹത്തെക്കുറിച്ചാണ്. അപ്പോൾ റോമക്കാരുടെ യുദ്ധദേവനായിട്ടുള്ള മാഴ്സിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹം ആണ് ചൊവ്വ. അപ്പോൾ റോമാക്കാരുടെ യുദ്ധദേവനായിട്ടുള്ള മാഴ്സിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ചൊവ്വയാണ്. അപ്പോൾ ഈ ചുവപ്പിൻ്റെ കാരണം അവിടെയുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യം ആണ്. അപ്പോൾ ചൊവ്വയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നു. അതുപോലെ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വയാണ്. ഇനി ദെയ്മോസ്, ഫോബോസ് എന്നീ 2 ഉപഗ്രഹങ്ങളാണ് ചൊവ്വയ്ക്കുള്ളത്. എന്തൊക്കെയാണ്? ദെയ്മോസും ഫോബോസും 2 ഉപഗ്രഹങ്ങളാണ്. ഇനി കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഫോബോസ് ആണ്. ഭൂമിയുടേതുപോലെ ധ്രുവങ്ങളിൽ ഐസ് പാളികളുള്ളൊരു ഗ്രഹം ചൊവ്വയാണ്. സൗരയൂഥത്തിൻ്റെ ഏറ്റവും വലിയ മലയിടുക്കായ വാസിസ് മറൈറ്റിസ്, സൗരയൂഥത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയ ഒളിമ്പസ് മോൺസ് എന്നിവയെല്ലാം ഈ ചൊവ്വയിലാണ്. ചൊവ്വയ്ക്ക് സ്വയം ഭ്രമണത്തിന് ആവശ്യമായ സമയം ഭൂമിയുടേതിന് സമാനമാണ്. അടുത്തത്, മറ്റൊരു ഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്ത ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം അമേരിക്കയുടെ മറൈൻ 9 ആണ് പറയുന്നത്. എന്താണ് അതിൻ്റെ പേര്? പേടകത്തിൻ്റെ പേരാണ് മറൈൻ 9 എന്നാണ്. അപ്പം മറൈൻ 9 എന്ന് പറയുന്നത് എന്താണ്? ചൊവ്വയെ പിന്തുടർന്നുള്ള ഒരു പേടകമാണ്. പിന്നെ മറ്റൊരു ഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്ത ആദ്യം മനുഷ്യനിർമ്മിത പേടകം ചൊവ്വാഗ്രഹത്തെ നിരീക്ഷിക്കാൻ 1975 അമേരിക്ക അയച്ച പര്യവേഷണ വാഹനത്തിൻ്റെ പേരാണ് വൈക്കിംഗ് എന്നാണ്. അതുപോലെ ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ചതാണ്
പാത്ത് ഫൈൻഡർ. അപ്പോൾ സ്വയം ഭ്രമണത്തിന് 24.62 മണിക്കൂർ ആവശ്യമാണ്. ഇനി എന്താണ് കൊളംബിയ ദുരന്തത്തിൽ ഇപ്പോൾ മരണമടഞ്ഞവരുടെ ഓർമ്മക്കായിട്ടാണ് കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. നെപ്റ്റ്യൂണിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കുമ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ബാഹ്യഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് എന്താണ്? നെപ്റ്റ്യൂണാണ്. ബാഹ്യഗ്രഹങ്ങളിലെ ചെറുത് അത് നെപ്റ്റ്യൂണാണ്. പിന്നെ അടുത്തത് ജൊഹാൻ ഗാലെ അല്ലെ ജൊഹാൻ കൗച്ച് ആദംസ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. 1846 സെപ്റ്റംബർ 22 ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹം എന്ന് പറയുന്നത് നെപ്റ്റ്യൂണാണ്. പിന്നെ നീലനിറത്തിൽ കാണപ്പെടാവുന്നത് മീഥേനിൻ്റെ സാന്നിധ്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റ് വീശുന്നൊരു മേഖലയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന പേരുകളുള്ള വലയങ്ങളുണ്ട്. പിന്നെ നെപ്റ്റ്യൂൺ, ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്, മാന്ത്രികൻ്റെ കണ്ണ് എന്നിവ ഈ കൊടുങ്കാറ്റ് മേഖലയിലാണ് പെടുന്നത്. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ആണ് ട്രിറ്റൺ. സൗരയൂഥത്തിലെ ഇനി മറ്റംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2006 ഓഗസ്റ്റ് 24 ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായിരുന്ന പ്രാഗിൽ ചേർന്ന രാജ്യാന്തര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ സമ്മേളനത്തിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി റദ്ദാക്കി. എന്നാണ് 2006 ഓഗസ്റ്റ് 24 പാതാളദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് പ്ലൂട്ടോ. അമേരിക്കയിൽ വാനനിരീക്ഷകനായിരുന്ന ഒരു ക്ലൈഡ് ടോബോയാണ് 1930 പ്ലൂട്ടോയെ കണ്ടെത്തിയത്. ഇപ്പോൾ പ്ലൂട്ടോ കുള്ളൻ ഗ്രഹങ്ങളുടെ പട്ടികയിലാണ്. പ്ലൂട്ടോയും ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2006 ജനുവരി 9 വിക്ഷേപിച്ചതാണ് ന്യൂ ഹൊറൈസൺസ് എന്നാണ്. ന്യൂ ഹൊറൈസൺസ് സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹമാണെന്ന് സിറിസ്, പ്ലൂട്ടോ, ഹൗമിയ, മേക്ക്, ഈറിസ് ഇതെല്ലാമാണ്. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് ഈറിസ്. സൂര്യനെ നേരിട്ട് പ്രദക്ഷിണം ചെയ്യുന്ന ഗോളങ്ങളിൽ പിണ്ഡങ്ങളിൽ 9ാം സ്ഥാനവും ഉണ്ട്. അടുത്ത ഡിസ്നോമിയാണ് ഈറിസിൻ്റെ ഉപഗ്രഹം. സൗരയൂഥത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും അകലെയുള്ള വസ്തുവാണ് ഈ ഈറിസും ഡിസ്നോമിയും എന്ന് പറയുന്നത്. പിന്നെ 2003 UB 313 എന്നാണ് ഈറിസിൻ്റെ ആദ്യത്തെ നാമം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മൈക്ക് ബ്രൗണും കൂട്ടരും 2003 ഈറിസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അടുത്ത കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങളാണ് കെയ്റോയും ഹൈഡ്ര, നിഗ്സ് മുതലായവ. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ നമ്മുടെ HSA ഏതാണ്ട് വിളിക്കാറായിരിക്കുകയാണ്. ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെറിയ പോയിൻറ്റുകളെ മാത്രം ഉൾപ്പെടുത്തിയൊരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ ഒരു നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.